ഇന്ന് രാവിലെ ആ പുഴയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം അത് ഈ ഷിരൂർ കുന്ന് ഇടിഞ്ഞു വീണതിന് എതിർഭാഗത്ത് ഗംഗാവലി പുഴയുടെ തീരത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീയാണ് മരിച്ചത്. അവരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അവരുടെ സംസ്കാര ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. അരുൺ പാറക്കലുണ്ട്. അരുൺ, ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പുഴയുടെ തീരത്ത് മറുകരയിലുണ്ടായിരുന്ന ഒരു വീട്ടിലെ സ്ത്രീയുടെ മൃതദേഹം പോലും കണ്ടെത്തുന്നത്. ആ പ്രദേശത്ത് ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ടോ? വലിയ നാശനഷ്ടം ആ കരയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഗൂഗിൾ ഇനിയും 3 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സണ്ണി ഗൗഡയുടെ വീട് നിൽക്കുന്ന സ്ഥലം ചെറിയ വീടാണ്. ഈ പ്രദേശത്ത് 10ഓളം വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായത്. 30ഓളം വീടുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. 30ഓളം വീടുകൾക്ക് ഭാഗികമായും 10ഓളം വീടുകൾക്ക് പൂർണ്ണമായും നാശനഷ്ടങ്ങളുണ്ടായി. ഈ പുഴയുടെ ഒഴുക്കിൽ പുഴ ഗതിമാറി ഒഴുകിയത് ഈ ഷിരൂർ കുന്ന് തകർന്നടിഞ്ഞ് വീണപ്പോൾ ആ നദി ഇങ്ങോട്ട് ഗതിമാറി ഒഴുകി കരയിലേക്ക് കയറി. തുടർന്ന് ഇവിടെയുള്ള ഈ സണ്ണി ഗൗഡ 62കാരിയെ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഈ നദിയുടെ ഒഴുക്കിൽപ്പെട്ട് അവർ പോവുകയായിരുന്നു. ഈ അപകടം നടന്ന 8 ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അതും 12 കിലോമീറ്റർ അകലിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് സണ്ണി ഗൗഡയുടെ മൃതദേഹമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. എന്തായാലും അവിടെ ഈ വീട്ടിലേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ചെറിയൊരു വീടാണ്. ഈ ഗംഗാവലി പുഴയുടെ മറുകരയിൽ അങ്കോള താലൂക്കാണ്. അങ്കോള താലൂക്കിലെ ഒളവറൈ എന്ന സ്ഥലമാണ്. ഈ പ്രദേശത്തെ ഒരു കുന്നിൻ മുകളിലാണ്, അതായത് നദിക്കരയിൽ നിന്ന് ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ വീടുകളൊക്കെ ഉള്ളത്. അത്രത്തോളം ഉയരത്തിൽ, അത്രത്തോളം ഭയാനകരമായ സാഹചര്യത്തിൽ ഈ നദി ഗതിമാറി ഒഴുകി ആ വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൂർണ്ണമായും ഈ വീടും സ്ഥലവും ഈ പ്രദേശമൊക്കെ ഈ നദി വെള്ളത്തിൽ ഒലിച്ചുപോയി. ഇപ്പോൾ അവരുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ, അതായത് വീട്ടിലെ ഈ മതപരമായ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായി. അതിനുശേഷം ചെറിയ വീടുകളാണ് ഗോകുൽ ഇവരുടെയൊക്കെ. ഈ കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഈ നദിക്കരയിൽ താമസമാക്കിയ ഗ്രാമീണവാസികൾ അവരുടെ മൃതദേഹം ഇവിടെ ഈ മതപരമായ ചടങ്ങുകൾക്ക് ശേഷം തുടർന്ന് സമീപത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെയാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. എന്തായാലും അല്പസമയത്തിനകം ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് അരമണിക്കൂർ മുൻപാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ ഈ ഗ്രാമീണവാസികളൊക്കെ തന്നെ ഈ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ്. ആരോരുമില്ലാത്ത അവസ്ഥ, എവിടെയാണ് പോകേണ്ടത് എന്നറിയാത്ത അവസ്ഥ. ഈ സണ്ണി ഗൗഡയുടെ കുടുംബത്തിലെ ആരാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്? സണ്ണി ഗൗഡ മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് എന്നതൊക്കെ ഒരു വ്യക്തതയില്ലാത്ത കാര്യമാണ്. കുറെ ആളുകളെയൊക്കെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചു എന്ന് കർണാടക സർക്കാരും ജില്ലാ ഭരണകൂടവും ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭാഗത്തെത്തുമ്പോൾ പല ആളുകളും എങ്ങോട്ടാണ് പോകേണ്ടത്? കനത്ത മഴ പെയ്യുമ്പോഴും ശക്തമായ കാറ്റ് വീശുമ്പോഴും ഒരു റെയിൻകോട്ടിനുള്ളിൽ മാത്രം അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ, സങ്കടകരമായ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വീട് നഷ്ടപ്പെട്ടാൽ അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. ആരാണ് ഇവരെ എങ്ങോട്ടാണ് പാർപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇവർ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചോ എന്നതുപോലും അന്വേഷിക്കാൻ ഇവിടെ ആരും എത്തുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതികൾ, ഒരുപാട് സങ്കടങ്ങൾ ഇവർക്ക് പങ്കുവെക്കാനുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ എത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതെന്നാണ് അല്പസമയം നേരത്തെ നമ്മളോട് സംസാരിച്ച ഒരു പ്രദേശവാസി വ്യക്തമാക്കിയത്. അത്രത്തോളം ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഇവർ കരുതിയിരിക്കാം. പക്ഷേ ഈ ഷിരൂർ കുന്ന് അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീഴുന്നു. ഈ ഈ പുഴയുടെ നടുഭാഗത്തേക്ക് ഈ മണ്ണെത്തുന്നു. ഈ പുഴ ഗതിമാറി ഒഴുകുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, വലിയ തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും ഒക്കെ ആയിരുന്നു. ഈ കൃഷിയൊക്കെ ആശ്രയിച്ചു കഴിയുന്ന ജനതയായിരുന്നു. എന്തായാലും അവർക്ക് തങ്ങളുടെ എല്ലാ വീടും സമ്പാദ്യവും മുറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ടു. 10ഓളം വീടുകൾ പൂർണ്ണമായി നശിച്ചു. 30ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ പറ്റി. ഇന്ന് അപകടത്തിൽപ്പെട്ട ആ വയോധികയുടെ സണ്ണി ഗൗഡ എന്ന 62കാരിയുടെ മൃതദേഹം ഇന്നാണ് രാവിലെ ലഭിച്ചു. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി ഈ വീട്ടിലേക്ക് എത്തിച്ചു. തുടർന്ന് സമീപത്തെ ശ്മശാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗോകുൽ, അവിടെ ഷിരൂർ കുന്നിന്റെ മറുഭാഗത്ത് ഗംഗാവലി പുഴയുടെ തീരത്ത് താമസിച്ചിരുന്ന സണ്ണി ഗൗഡ എന്ന സ്ത്രീയാണ് മരിച്ചത്. അവരുടെ മൃതദേഹം അല്പസമയം മുമ്പാണ്, ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെടുക്കുന്നതിന് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് സണ്ണി ഗൗഡയുടെ
സണ്ണി ഗൗഡയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. കണ്ണീർ വാർക്കുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ നമുക്ക് അവിടെ കാണാം. ആ പ്രദേശമാകെ തന്നെ പുഴ ഗതി മാറിയപ്പോൾ ഒരു പുഴയുടെ ഗതി മാറ്റാൻ പോകുന്ന തരത്തിലുള്ള വലിയ മലയിടിച്ചിലാണ് ഉണ്ടായത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ മറുകരയുള്ള ആളുകൾക്കും അവരുടെ വീടുകളും കൃഷിയിടവും ഒക്കെ ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി.